ജാറിലേക്ക് ഇട്ടിട്ട് ടിപ്പ് പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ പെട്ടെന്ന് എങ്ങോട്ടേക്ക് പോവുകയാണെന്ന് വിചാരിച്ചത്. അപ്പോൾ നമുക്ക് തേങ്ങ ചിരകാൻ ടൈമില്ല. അപ്പോൾ ഒരു ചെറിയൊരു ഞാൻ ചെയ്യുന്നതാണ്, നിങ്ങൾ ചെയ്ത് നോക്കുക. അത് തേങ്ങ ഇങ്ങനെ ആക്കി എടുത്തിട്ട് ഇത് കഷ്ണം ഒരു 2-3-4 കഷ്ണം ആക്കിയാൽ മതി. എടുത്തിലേക്ക് ഇടുക. ശരിക്കും കണ്ട തേങ്ങ ചിരകിയതുപോലെ നമുക്ക് കിട്ടും. ഇത് പുട്ടിലേക്ക് അതുപോലെ നമുക്ക് അവിയൽ ഉണ്ടാക്കാൻ, സാമ്പാറിലേക്ക് ഒക്കെ ഇത് എടുക്കാം കേട്ടോ. കാരണം എന്താ വെച്ചാൽ തേങ്ങ ചിരകിയതിനും കാട്ടിയും എളുപ്പമാണ് നമ്മൾക്ക് ഇങ്ങനെ ചെയ്യുന്നത്. ഞാനങ്ങനെ ചെയ്യാറ്. നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കി വെക്കുക, എന്നിട്ട് അഭിപ്രായം പറയണം. ഹലോ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ കടലക്കറി ഉണ്ടാക്കാൻ പോകുന്നത്. തലേ ദിവസം കടല വെള്ളത്തിലിട്ടത്, പിന്നെ ഒരു ഉരുളക്കിഴങ്ങ്, സബോള, തക്കാളി, പച്ചമുളക്, പിന്നെ മല്ലിപ്പൊടി, ചിക്കൻ മസാല, ഉപ്പ് ഒക്കെ ഇട്ടിട്ട് നമ്മൾ വേവിക്കുകയാണെങ്കിൽ നമ്മൾ കടല അങ്ങനെ വെന്ത് വന്നിട്ടുണ്ട്. കുറച്ച് വെള്ളം കറി. കാരണം എന്താ വെച്ചാൽ കറി കൂടുതലാകുമ്പോൾ അതിൽ കറി മാത്രം എടുത്ത് കഴിക്കും പിള്ളേർ, കടല എടുത്ത് കഴിക്കില്ല. അപ്പോൾ കടല അവിടെ അങ്ങനെ ഇരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് വെള്ളമാണ് എടുത്തിട്ടുള്ളൂ. പലയിടത്തും പല ഇതാണ് പറയുക. ചിലർ വറുത്തിടുക എന്ന് പറയും, താളിക്കുക എന്ന് പറയും, ഉള്ളി മൂപ്പിക്കുക എന്ന് പറയും. കടുകിടില്ല. ഞാൻ വെളുത്തുള്ളി ചെറിയ ഉള്ളി ഇട്ടിട്ടാണ് വറുത്തിടാറ് കടലക്കറി. നമ്മളെ ചുവന്നുള്ളി അങ്ങനെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കതെടുത്തിട്ട് കറിയിലേക്ക് നമ്മുടെ കടലക്കറി റെഡി ആയിട്ടുണ്ട്. ഇത് പുട്ടിലേക്ക്, ചപ്പാത്തി, വെള്ളയപ്പം അതിലേക്കൊക്കെ കഴിക്കാം. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റ ബൈ ബൈ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും വേണം. താങ്ക് യു.